11-ാം അധ്യായത്തിലാണ് നമ്മളായിരിക്കുന്നത്. I want us to understand, please, for a moment, the audience. Never forget the audience. So, എബ്രായ ലേഖന കർത്താവ് ആർക്കാണ് ഇത് എഴുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർപ്പിക്കുന്നത്. This is to a group of Hebrew believers. എബ്രായയിൽ നിന്ന് വന്ന വിശ്വാസികൾ, യഹൂദ വിശ്വാസികൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പീഡനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് അങ്ങ് തിരിച്ചു പോയാൽ കൊള്ളാം എന്നൊരു ചിന്ത. So they are deciding, kind of thinking about going back to Judaism. Probably not ഒരുപക്ഷെ തിരിച്ച് ജുഡായിസത്തിലേക്ക് പോകുന്നത് ഇനിയും അവിടെ പോയി യഹൂദന്മാരായി തീരാൻ വേണ്ടി ആയിരിക്കത്തില്ല. Maybe they wanted to just go there, park themselves as Jewish people, maybe secretly follow Christ. ഇതുവല്ലോ ആയിരിക്കാം ഇവിടെ മനസ്സിലിരുന്ന ചിന്തകൾ, നമുക്ക് we don't know. എന്നാൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ് ഇവരോട് പറയുകയാണ്, നോ, ദിസ് ഈസ് സുപ്പീരിയർ വേ, എനി മെഷർ. നിങ്ങൾ ഏത് രീതിയിൽ എടുത്തു നോക്കിയാലും ഇതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടൊരു കാര്യമല്ല പഴയത്. പഴയതിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇത്. ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പഴയതിലേക്ക് ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് now we have come to chapter 11 where he is really talking about, you know, living a life of faith, ഒരു വിശ്വാസത്തിന്റെ ജീവിതം. നമുക്കറിയാം 10-ാമത്തെ അധ്യായത്തിന്റെ അവസാനം നമ്മൾ അവിടെ കാണുന്നുണ്ട്, the righteous one shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Praise the Lord. So then chapter 11 നമ്മൾ വരുന്നത്, he is actually giving us a demonstration of faith. So വിശ്വാസത്തിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പ്രദർശനം ആണ് താൻ ഇവിടെ നമുക്ക് ഇവിടെ കാഴ്ചവെക്കുന്നത്. അവിടെ പല ആളുകളെ ആദ്യ തൊട്ട് നമ്മൾ കാണുന്നു. Right from the very beginning he is kind of lining up people right from Abel, okay, even to our times. Actually നമ്മുടെ സമയത്തുള്ള ആളുകളെ പോലും ആ entire ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് താൻ കാണിക്കുന്നത്. This is a demonstration of people who live by faith. Okay, so he is trying to encourage these Hebrew believers. Okay, അവിടെ നമ്മൾ ആദ്യമായിട്ട് താൻ ഒരു കൈൻഡ് ഓഫ് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഫെയ്ത്ത് ഈസ്, എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടാൽ മനസ്സിലാകത്തക്ക രീതിയിൽ താൻ കുറച്ച് കാര്യോട് പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ഇതുകൊണ്ട് പൂർവികന്മാര് ഇതിനാൽ സാക്ഷ്യം പ്രാപിച്ചു. നമ്മൾ 3 വാക്കുകൾ അതിനകത്ത് ശ്രദ്ധിച്ചു. We looked at 3 important things. He said, one, it's talking about 3 certainties, or they call it certitudes. One is actually called, there is a visual certitude. നമ്മുടെ ദൃശ്യമായിട്ടുള്ള ഒരു ഉറപ്പ്, എന്തോ ദൂരെ കാണാത്ത മണ്ഡലത്തിൽ, ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യ മണ്ഡലത്തിലെ എന്തോ കാര്യങ്ങൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നു. That's what I see by faith. വിശ്വാസത്തിൽ ഞാനത് കാണുന്നു. See, I need faith to connect myself to the invisible world. അദൃശ്യ മണ്ഡലത്തിലേക്ക് നമുക്ക് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് കാണണമെന്നുണ്ടെങ്കിൽ, ആ യാഥാർത്ഥ്യങ്ങൾ കാണുമെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണിൽ കൂടെ മാത്രമേ ഇത് കാണാനൊക്കത്തുള്ളൂ. That's very important. പിന്നെ ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് സർട്ടിറ്റ്യൂഡ് ഉണ്ട്. ഫ്യൂച്ചർ സർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഭാവിയിലെ വിഷയങ്ങൾ, ഇപ്പോഴത്തെ പ്രസന്റ് കാര്യങ്ങളല്ല. സംതിങ് അബൌട്ട് ടുമോറോ, സംതിങ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ഓർ വെനെവർ, സംതിങ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിലുള്ള ഏതോ വിഷയമാണ്. പക്ഷെ അതിനെ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് മീ ടു ദ പ്രസന്റ്. സോ 2 കാര്യങ്ങൾ, ഒന്ന് അദൃശ്യമായത് ദൃശ്യമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു, ഒന്ന് ഭാവിയിലിരിക്കുന്നതിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. So something that is in the future, faith is bringing it into the present. So I'm experiencing, I'm seeing future things I'm presently experiencing. Then another key word is actually testimony. ഇതിനാലാണ് പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. So we looked at 2 people. 2 പേരുടെ കാര്യം നമ്മൾ നോക്കി. One is Abel. Abel is faith worshiping. Okay, the വിശ്വാസം ആരാധിക്കുന്നു. Okay, വിശ്വാസത്തിൽ ആഹാബേല് യാഗം കഴിക്കുന്നു, ആരാധിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ആരാധനയുടെ പുറകിലത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. Then കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഹാനോക്കിനെ പറ്റി ചിന്തിച്ചു. ഈനോക്ക്, ഇറ്റ് ഈസ് ഫെയ്ത്ത് വാക്കിംഗ്.
ഓക്കെ, അത് വിശ്വാസം നടക്കുന്നതാ, ദൈവത്തോട് കൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വൺ തിങ് ബൈബിൾ വെരി ക്ലിയർലി സേസ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും അവനെ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും വിശ്വസിക്കാണ്. സോ you cannot please God, I cannot please God without faith. So faith is absolutely essential, absolutely important, and we have to believe that, when you come near God, God is a rewarder of those who diligently seek him. So ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാകുന്നു. ഓൾറൈറ്റ്, സോ ഞാൻ ആ വാക്യം വായിച്ചു മുമ്പോട്ട് പോവുകയാണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്തതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കുന്നതിന് മുൻപേ സാക്ഷ്യം ലഭിച്ചു. It says that by faith Enoch was taken up so that he would not see death, and he was not found because God took him up, for he obtained a witness that before he was being taken up, he was pleasing to God. All right? അതിന് ശേഷമാണ്, ആ രണ്ടാളുകളെ കൂടെ പറഞ്ഞ ശേഷമാണ് 6ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. So after giving these two people, then there is a little talk about faith and saying that it is impossible to please God without faith. All right? ഇനി നമ്മൾ 7ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത്, those of your Bibles, you can turn to your Bibles. അവിടെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. So we're going to spend some time talking about Noah today. Okay, I'll read it in English for you. By faith, being warned by God about things not yet seen, in reverence prepared an ark for the salvation of his household, by which he condemned the world and became an heir of righteousness, which is according to faith. Okay, the author is now bringing another character from the Old Testament. It's called Noah. നോഹയെ ഇവിടെ താൻ കൊണ്ടുവരിക. ഓക്കെ, നമ്മൾ നോഹയെ പറ്റി you read in Genesis chapter 6, especially അതിന്റെ 6ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങള് നമ്മളവിടെ കാണുമ്പോൾ you see a grim picture about what was happening in the world of that day. ആ ദിവസം, ആ സമയത്ത് ലോകത്തെ കുറിച്ചുള്ള ഒരു വളരെ ദയനീയമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു ചിത്രം അവിടെ വരച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ആകപ്പാടെ ഒരു പ്രകാശരശ്മി എന്ന് പറയുവാൻ, if there is a ray of light, a ray of hope in that generation, there's only one man in the whole world, that is Noah. ഒരൊറ്റ മനുഷ്യൻ മാത്രമേ അന്ന് ലോകത്തിലുള്ളൂ. ബാക്കി എല്ലാം വളരെ വല്ലാത്തൊരു ലോകത്തിലാണ്. ദൈവം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, 6 വായിക്കും, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. I'll read it in English in a different translation. God saw that human evil was out of control. People thought evil, imagined evil, evil from the morning to night. God was sorry that he had made the human race in the first place. It broke his heart. God said, I'll get rid of my ruined creation, make a clean sweep. People, animals, snakes and bugs, birds, the works. I'm sorry I made them. But Noah
was different. God liked what he saw in Noah. ഒരു പാരഫ്രൈസ്ഡ് വേർഷനാണ് ഞാൻ വായിച്ചത്. എത്ര നല്ലൊരു ചിന്തയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ 5-6 വാക്യങ്ങളൊക്കെ 6-7 വാക്യങ്ങളൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ദൈവം ദുഃഖിക്കുക. I'm so sorry that I made these people, these animals, these creatures. Everything is so bad. I'm going to destroy everything. And അവസാനം പറയാണ്, but Noah was different. God liked what he saw in Noah. അപ്പം നമ്മൾ നോഹയുടെ ജീവിതത്തിലേക്ക് ആക്ച്വലി നോക്കാമെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫെയ്ത്ത് വർക്കിംഗ്. വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു സെർട്ടനിറ്റി, വിശ്വാസത്തിന്റെ പ്രവർത്തനം എന്നൊക്കെ വേണം നമുക്ക് പറയാൻ കഴിയും. ഫെയ്ത്ത് വർക്കിംഗ്, മറ്റേ ഫെയ്ത്ത് വർഷിപ്പിംഗ് എന്ന് നമ്മൾ കണ്ടു, ഫെയ്ത്ത് വാക്കിംഗ്. നോഹയിൽ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ഫെയ്ത്ത് വർക്കിംഗ്. യുനോ, വിശ്വാസത്തിന്റെ ആ പ്രവർത്തനം, വിശ്വാസത്തിന്റെ ആ സെർട്ടനിറ്റി, ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ നോഹയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ വിശ്വാസത്തിന്റെ സെർട്ടനിറ്റി എന്ന ആ വിഷയം സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് പോവുകയാണ്. നോഹയുടെ വിശ്വാസത്തിനകത്ത് ഇറ്റ് ഇൻവോൾവ് ദ ഹോൾ ഹിസ് പേഴ്സൺ. തൻ്റെ മുഴുവൻ ആളത്വവും ആ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, ഹിസ് മൈൻഡ് വാസ് വാൺഡ് ഓഫ് ഗോഡ്. അവന്റെ മനസ്സിനെ ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് കൊടുത്തു, വാണിംഗ് കൊടുത്തു. ഹിസ് ഹാർട്ട് വാസ് മൂവ്ഡ് വിത്ത് ഫിയർ. ആ വാണിംഗ് മൈൻഡിന് കിട്ടിയപ്പോൾ ഹൃദയം മൂവ് ചെയ്തു, ഹൃദയം ചലിക്കാൻ തുടങ്ങി. വിത്ത് ഫിയർ, ഭയത്തോടുകൂടി ഹൃദയം ചലിക്കാൻ തുടങ്ങി. ആൻഡ് ഹിസ് വിൽ ആക്റ്റഡ് ഓൺ വാട്ട് ഗോഡ് ടോൾഡ് ഹിം. അവന്റെ ഇച്ഛാശക്തി ദൈവം പറഞ്ഞത് ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ചോദിച്ചോ, മൈൻഡ്, ഹാർട്ട് ആൻഡ് വിൽ. തന്റെ മനസ്സും തന്റെ ഹൃദയവും തന്റെ ഇച്ഛയും, ഈ 3 കാര്യങ്ങളും, തന്റെ ഹോൾ പേഴ്സൺ ഇൻ എ സെൻസ് വാസ് ഇൻവോൾവ് ഇൻ ദിസ് ഫെയ്ത്ത്. ഈ വിശ്വാസത്തിൽ ഇത് 3 ഘടകങ്ങളും അതിന്റെ ഭാഗമായിരുന്നു. സോ നോഹയുടെ വ്യക്തിത്വം മുഴുവൻ തന്റെ വിശ്വാസത്തിൽ പങ്കുവെച്ചെന്ന് കാണുന്നു. മനസ്സ് ദൈവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി, തന്റെ ഹൃദയം ദൈവത്തോടുള്ള ഭയത്തിൽ ചലിച്ചു, തന്റെ ഇച്ഛ ദൈവ കൽപ്പിച്ച് ചെയ്യുവാൻ മുൻകൈ എടുത്തു. സോ ദിസ് ഇസ് എക്സാക്ട്ലി you see all of them participating. ഇനി നമ്മൾ ഓർക്കണം, ഇത് സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഫ്ലഡ് കണ്ടിട്ടില്ലാത്ത ഒരു കാലം. നമ്മളൊക്കെ ഫ്ലഡ് കണ്ടിട്ടുണ്ട്. We have seen flood. We live in a country where flood happens in different places. All the at least TV കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. But we have seen flood. കേരളത്തിലുണ്ട് ഫ്ലഡ്, മറ്റെല്ലാ രാജ്യങ്ങളുണ്ട് ഫ്ലഡ്. But Noah lived in a time where there was no flood. നമുക്കറിയാം, ഈ മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രീ ഡിലൂവിയൻ ആൻഡ് പോസ്റ്റ് ഡിലൂവിയൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തിന് മുൻപ്, ജലപ്രളയത്തിന് ശേഷം. ഓക്കെ, രണ്ടായിട്ട് തിരിക്കാറുണ്ട്. പ്രീ ഡിലൂവിയൻ എന്ന് പറയുന്ന സമയത്ത് ജലപ്രളയത്തിന് മുൻപുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർ കണ്ടിട്ടില്ല. റെയിൻ സ്റ്റോം കണ്ടിട്ടില്ല, വലിയ ഭയങ്കരമായ മഴ പെയ്യുന്ന കണ്ടിട്ടില്ല. നീരാവി വന്ന് ഭൂമിയെ നനച്ചുകൊണ്ടിരിക്കുന്ന സെറ്റിങ്സ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. That's how things are. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നോഹയുടെ ഈ പ്രവർത്തനം സത്യം പറഞ്ഞ മനുഷ്യൻ ഇതൊരു തമാശയായിട്ട് കണ്ടു കാണും. People would have probably thought this whole thing what Noah is doing is actually a joke. But the truth is, Noah's faith influenced his whole family and they were saved. Okay, നോയും തന്റെ മക്കളും പെട്ടകത്തിൽ 8 പേര് രക്ഷ പ്രാപിച്ചെന്ന് പറയുന്നുണ്ട്. Okay, at least he was able to win his family. The rest of the world did not believe, but Noah's family, they actually believed in him. Okay, he also condemned the whole world for his faith revealed their unbelief. Okay, അവിടെ ലോകത്തെ താൻ കണ്ടം ചെയ്തു എന്നുള്ള വാർത്തയിലാണ് പറഞ്ഞത്. ഓക്കെ, ലോകത്തെ എന്ത് ചെയ്തു? he condemned the world. ലോകത്തെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞാൽ നോഹയുടെ ജീവിതം കണ്ടപ്പോൾ, അല്ലെങ്കിൽ നോഹയുടെ ജീവിതം, ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട്
whole world, was able to see their own unbelief, തങ്ങളുടെ അവിശ്വാസവും തങ്ങളുടെ കുറവുകളും ഒരു മനുഷ്യൻ. It's like when light comes, darkness will have to go. Darkness will show you what it is. മനസ്സിലായോ? Light comes, it will really show you what exactly it is. തങ്ങൾ എന്താണ് എന്നുള്ളത് അറിയിക്കുന്നത് ലൈറ്റ് വരുമ്പോഴാണ്. ഇരുട്ട് വരുന്നത് വരെ as long as there is darkness and there is no light, people will live in darkness. Nobody will see anything. When the moment light comes, what is in the dark will be made very clear. ഇതുപോലെയായിരുന്നു നോഹയുടെ ജീവിതം. നോഹയുടെ ജീവിതം കാണും തോറും ആളുകളുടെ അഴുക്ക് മുഴുവൻ നമുക്ക് വെളിയിൽ വരുന്നതിനിടയായി തീർന്നു. ഓക്കെ, സോ ഹി കണ്ടം ദ വേൾഡ്, ലോകത്തെ കുറ്റം വിളിച്ചെന്നാ പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ, നമ്മളോട് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതിന്റെ ഒരു സ്പിരിച്വൽ സെൻസ് നമ്മൾ എടുക്കാമെങ്കിൽ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കണം. അത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. കുറ്റം വിധിക്കുക, I mean the way you live, the way you conduct yourself, other people just feel ashamed of themselves and say, I'm sorry, I'm not like him, look at him and look at me. So they kind of feel bad for themselves. It's because of power of that life. ആ ജീവിതത്തിന്റെ ശക്തിയാണ്. ഓക്കെ, നമുക്കറിയാം ഈ നോയയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ പറ്റി കർത്താവ് പിന്നീട് പറയുന്നുണ്ട്. Jesus really speaks about, and he used this experience of Noah to warn the people. In Matthew 24 വരുന്ന സമയത്ത് നമുക്കറിയാം കർത്താവ് നോഹ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവിന്റെ സമയമെന്ന് പറയുന്നുണ്ട്. It will be like the days of Noah. Son of Man's coming will be, the time of his coming will be, the world will be like the time of Noah. People will be doing their own things. ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് മനുഷ്യൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സമയം. ഓക്കെ, ഈ ആളുകള് they were involved in activities, casual activities. They're not necessarily bad stuff. ഞാൻ പറഞ്ഞു, they're probably doing bad things, but the kind of things പത്രോസ് ഇവിടെ പറയുന്നത് in chapter 2, 2 Peter 2:5, പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടോടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗ നോയെ ഇരുവരോടും പാലിക്കുകയും ചെയ്തു. So he's really talking about how God spared Noah in the midst of all these crooked people. So മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 24 അധ്യായത്തിൽ മനുഷ്യൻ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും, those are all routine things of life. People were just so much involved in day-to-day operations of life, not thinking anything about eternity, not thinking about a life after, not thinking about a judgment day, not thinking about a God who is going to hold them responsible. ഇല്ലേ, തങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും ഒരു നീതിമാനായ ദൈവം ഉണ്ടെന്നും ഇതൊന്നും, ഒരു ന്യായവിധി ദിവസം ഉണ്ടെന്നും ഇതൊന്നും ചിന്തിക്കാതെ മനുഷ്യൻ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഇങ്ങനെ ഡെയിലി, this is exactly what is happening today. People don't care about God. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, 52% of Americans they believe that Jesus is a good moral teacher. യേശുക്രിസ്തു ഒരു നല്ല moral teacher ആയിരുന്നു, not God. That is pretty sad. And he is also one of the best created being. ദൈവം സൃഷ്ടിച്ച ഏറ്റവും നല്ല സൃഷ്ടിയിൽ ഒരെണ്ണമായിരുന്നു ആര്? യേശുക്രിസ്തു. Americans, I'm not talking about American Christians, I'm not talking about other, this is so sad. It is very sad, very sad. അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലത്തെ എൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, in America, ഞാനിപ്പോൾ I'm not going to the statistics, പക്ഷെ majority Christians, this is pure research നടത്തിയ സർവേയിൽ അവർ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. I'm not really want to repeat the whole thing. അമേരിക്കയിലുള്ള ക്രിസ്ത്യൻസിലെ ഒരു നല്ല പങ്ക്, ഹാഫിലധികം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ അവർ ചിന്തിക്കുന്നത്, you can have a casual sexual relationship with somebody who you are not married to. നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആരൊരാൾ, as long as there is a consensus, അന്യോന്യ സമ്മതമാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ മറ്റൊരാളുടെ കൂടെ പോയി നിങ്ങൾക്ക് ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇനി അടുത്ത വേറൊരു ഗ്രൂപ്പ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു ഗ്രൂപ്പ്, if there is a committed relationship, ഒരു committed relationship ഉണ്ടെങ്കിൽ, ഒരു ബന്ധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർ
ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും it's always okay, sometimes okay, whatever it may, put them all together. Good majority, including evangelical Christians, they believe it's okay. Another corporate. So this is actually what is really going on in Christianity today. I was so grieved in my heart. So grieved. This Bible very clearly says you should never look at a woman with lustful eye. അല്ലെ എന്ന് കർത്താവ് നീ ഒരു സ്ത്രീയെ മോഹിക്കണം എന്ന് വെച്ച് അവളെ നോക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ അത്രയും ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള ഈ പുസ്തകം പഠിപ്പിക്കുന്നതിന് ഭയങ്കര ഓപ്പോസിറ്റ് വിപരീതമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് തന്നെ ഈവൻ 36% അല്ലെങ്കിൽ 40% ഓഫ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ബിലീവ് ദാറ്റ് ഇസ് ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു കൾച്ചറിനെയും ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. So people carrying on with their work without any problem. Spirituality ഒരു വഴിക്ക് വരും, പാട്ട് ഒരു വഴിക്ക് വരും, പ്രസംഗം ഒരു വഴിക്ക് വരും, പ്രവാചകൻ ഒരു all going on at the same time doing all these kinds of things. That is not the brand. This is called a form of godliness. ഇതിന്റെ പേരാണ് പറയുന്നത് ഭക്തിയുടെ വേഷം. This will be prevalent when Jesus comes. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു ലോകത്തിലായിരിക്കും യേശു വരുന്നത്. That's one of the signs that Jesus is coming back. So get ready, church. Okay? Now, Noah lived in such a time. അവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒറ്റ മനുഷ്യൻ, ഒറ്റ റേ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് നോഹ മാത്രമുള്ളായിരുന്നു. But he was a preacher of righteousness. എന്നാ പറഞ്ഞിരിക്കുന്നത്, preacher of righteousness. Okay? See, വിശ്വാസത്തിന് faith must have something to believe in. ശരിയല്ലയോ? Okay? In this case, it was a warning from God. നമ്മൾ ശ്രദ്ധിച്ചോണം, വിശ്വാസം എന്തെങ്കിലും വിശ്വാസിക്കാൻ വേണം ഇവിടെ. നോഹയുടെ കാര്യത്തില് നോഹ വിശ്വസിച്ചത് എന്തെന്ന് ചോദിച്ചാൽ it was a warning God gave him. നമ്മള് ഹാബലിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, it was something that God revealed to him as how you should worship. Okay, നീ ഇന്നതുപോലെ നീ worship ചെയ്യണം. This is how you should worship God. And he believed God. അത് ദൈവത്തിൽ വിശ്വസിച്ചു, അതേ രീതിയിൽ ദൈവത്തെ ആരാധിച്ചു. ഹാനോക്കിന് he understood what it means to be walking with God. ദൈവത്തോടുകൂടെ നടക്കുക എന്താണെന്ന് മനസ്സിലായി. So that you see faith walking with God. Now here you see in the case of Noah here, faith is doing something. Faith is certain about something. Okay? ഒരു ഭയങ്കര ഉറപ്പ്, ചെയ്യാനുള്ള ധൈര്യം, വിശ്വസിക്കാൻ എന്തോ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ വിശ്വസിക്കാൻ നോഹയ്ക്ക് കിട്ടിയ കാര്യം ഒരു വാർണിംഗ് ആയിരുന്നു, മുന്നറിയിപ്പായിരുന്നു. ഓക്കെ? ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. ശ്രദ്ധിച്ചോണം, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട്. So by faith being warned, ശ്രദ്ധിച്ചോണം, being warned by God about things not yet seen. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഒരു ഭയങ്കര മുന്നറിയിപ്പ് ലഭിച്ചിട്ട്, in reverence prepared an ark for the salvation of his household, by which he condemned the world and became an heir of righteousness which is according to faith. ആ വാക്യത്തിനകത്ത് നിറച്ച് ഇഷ്ടം പോലെ സത്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ നമുക്കൂടെ മനസ്സിലായി, വിശ്വാസത്തിനോ അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായി. He received a warning. Noah was warned about something that had never happened before. So here faith was shown, not merely agreeing that the flood would come, but in doing what God told him to do regarding the flood, he was moved with godly fear. അപ്പൊ ദൈവം ഒരു വാർണിംഗ് കൊടുത്തപ്പോൾ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവം പറഞ്ഞത് ചെയ്യുവാൻ നോഹ കാല് വെച്ച് മുമ്പോട്ട് പോയി. So you see something that God is giving him, something that he believed, something that he is doing. So ദൈവം ചിലത് കാണിച്ചു, മുന്നറിയിപ്പ് കൊടുത്തു, അത് വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തോട് നോഹ പ്രതികരിക്കുന്നു. ഓക്കെ? ഇറ്റ് സേസ് ഹിയർ, ഭയഭക്തി മൂന്ന് കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. He made an ark, prepared an ark. Okay? So real faith will do something. ശരിക്കുള്ള വിശ്വാസം
എന്തെങ്കിലും ചെയ്തിരിക്കും. നമുക്കറിയാം യാക്കോബിന്റെ പുസ്തകം, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ആ തീം തന്നെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാന്നാ പറയുന്നത്. ഓക്കെ, you can have all faith but there is no work, then that's a dead faith. So ഇവിടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ കാണുന്നത്, Noah has faith and he is doing something. See, Genesis 6:14 നമ്മൾ കാണുന്നുണ്ട്, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, ആ പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അതിന്റെ അകത്തും പുറത്തും കീൽ തേക്കണം. വേഴ്സ് 15. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. So 300 cubits long, 50 cubits breadth, and 30 cubits high. Okay, so this is probably 1.5 size of football fields. Okay, 1.5 football field in the size under about as wide as a football field. ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ വീതി ഉണ്ട്. Then it's like 4 stories high, ഒരു 4 നില കെട്ടിടത്തിന്റെ പൊക്കം. ഈ മെഷർമെന്റിൽ എനിക്ക് തോന്നുന്നത് കെൻറ്റക്കിയില് ദി ആർക്ക് എന്ന് പറഞ്ഞ ഷോ ഉണ്ടല്ലോ, ഐ തിങ്ക് ഇറ്റ്സ് ടു ദ സെയിം മെഷർമെന്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. I have not gone seen it. Maybe I want to go see it. Some of the people have gone and seen it. Maybe I'd like to talk to them, maybe get some more idea. Okay, so think about this. A pre-flood farmer who has never seen a thunderstorm. ശ്രദ്ധിച്ചോണം. സോ ജലപ്രളയത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കൃഷിക്കാരൻ, അയാള് ഒരു പ്രളയവും കണ്ടിട്ടില്ല, വലിയൊരു മഴ കണ്ടിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. He has never seen anything big as an ark. ശ്രദ്ധിച്ചോണം, ഇതുപോലെ വലിയൊരു സാധനം, പെട്ടകം, ഇത്രയും വലിയൊരു വലിപ്പമുള്ള ഒരു സാധനം ഒരു പക്ഷെങ്കിൽ അവരൊരിക്കൽ പോലും കണ്ടിട്ടില്ല. Forget about a ship. Never seen anything big like this. But he heard God's voice, word, okay, and he considered it. Okay, he considered. There are scholars, I was reading, there are scholars who really believe that others heard it too, but only Noah believed God. നോവ പറഞ്ഞ സമയത്ത് മറ്റ് ആളുകളും ഇത് കേട്ടു, പക്ഷെ അത് വിശ്വസിച്ചത് നോഹ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന സ്കോളേഴ്സ് ഉണ്ട്. There are people who really believe that could be true. I don't know all the details of it, but this is what it was cited. I was reading. ഈ സമയത്ത് നോഹയുടെ മനസ്സിൽ കൂടെ പോയത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. What do you think about the mind of Noah? Okay, so what happened as soon as God told him this, he was warned of a flood that is going to come, destroy everything. Okay, ഇതുവരെയായിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത മനുഷ്യനാ, സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം ദൈവം പറയുക. So നോയുടെ ഇൻസൈഡ് came a visual certitude. നമ്മൾ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം. ഓക്കെ, കാണാത്തൊരു കാര്യം, സംതിങ് ദാറ്റ് യു ഹാവ് നെവർ സീൻ. സോ ആ വിശ്വാസത്തിന്റെ കണ്ണിൽ കൂടെ താൻ കാണുന്ന ഒരു വിഷ്വൽ സെർട്ടനിറ്റി, ഒരു വിഷ്വൽ സെർട്ടിറ്റ്യൂഡ് തനിക്ക് കാണുക, ഒരു ദൃശ്യത, ഒരു ദൃശ്യമായിട്ടൊരു കാര്യം തനിങ്ങനെ കാണുക. വിശ്വാസത്തിൽ കണ്ണുകളിൽ ഒരു കാണാത്ത കാര്യം താനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. Okay, he saw a terrible, mountain of water. ഭയങ്കരമായ വെള്ളത്തിന്റെ ഭയങ്കര ഒരു കൂമ്പാരം, വെള്ളം കൊണ്ട് നിറയപ്പെടുന്നത്, and it's kind of entire world, ലോകം മുഴുവൻ നിറയ്ക്കുന്ന അല്ലെങ്കിൽ ഇത് മുഴുവൻ മുക്കുന്ന ഒരു ഭയങ്കര വെള്ളത്തിന്റെ ഒരു ഇത് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ താൻ കാണി. ഇതുവരെയായിട്ട് താൻ കണ്ടിട്ടില്ല, but he is really beginning to see. Okay, all flesh in which breath of life എന്ന് പറഞ്ഞ ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിക്കുന്ന ഒരു ഭയങ്കര പ്രളയം വിശ്വാസത്തിന്റെ കണ്ണിൽ നോഹ കാണാൻ തുടങ്ങി. And he saw an immense ark made of cypress wood. Okay, കതിരവനം കൊണ്ടുണ്ടാക്കിയ ഒരു ഭയങ്കരമായ ഒരു പെട്ടകം ഈ വെള്ളത്തിന്റെ മുകളിൽ is riding on the tempest. ഈ ഭയങ്കരമായ ഒഴുക്കും വെള്ളത്തിന്റെ മുകളിൽ ഈ പെട്ടകം ഇങ്ങനെ ഒഴുകുന്നത് വിശ്വാസത്തിന്റെ കണ്ണിൽ താനിപ്പോ കാണും, വിഷ്വലൈസ് ചെയ്യുക. He is really beginning to see. His faith is bringing this into his mind. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിശ്വാസം ഇതിനെ കൊണ്ടുവരിക. So this is ഈ വിഷ്വൽ സെർട്ടിറ്റ്യൂഡ്, വിഷ്വൽ സെർട്ടിനിറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ it is now going to be combined with another certainty. അതെന്താണെന്നറിയാമോ? ആശിക്കുന്ന ഫ്യൂച്ചർ സെർട്ടനിറ്റി, അതെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന
ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയത്തിന്റെ ഉറപ്പ്. ഇപ്പൊ ശ്രദ്ധിച്ചോണം, വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം ഒരു ദൃശ്യമായിട്ട് കാണുന്ന ഒരു ഉറപ്പും ഭാവിയെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഉറപ്പും, ഇത് രണ്ടും കൂടെ ചേർന്ന് തന്റെ തലയിൽ ഇങ്ങനെ ഓടാനെടുത്ത് തുടങ്ങി. Okay, and he began to get an assurance of things and hopes for. Okay, and ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. There's a dynamic certainty set over his soul. തന്റെ ആത്മതലത്തിലേക്ക് ഇത് രണ്ടും കൂടെ കേറി വന്ന് എന്ത് ചെയ്തു? തന്റെ അകത്ത് വന്ന് കേറി. He really began to see things through the eyes of faith. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൂടെ താൻ കണ്ടു. And he believed God. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. He believed that this is going to happen. Okay, just think about that. What was going through his mind? He saw the unseen flood of flood, and the future salvation was so real, and it was present. താൻ വിശ്വാസത്തിന് കണ്ണി കണ്ടത് ഭയങ്കര ജലപ്രളയം ഉണ്ടാകുന്നു. എന്നാൽ ആ ജലപ്രളയത്തിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നു. ഇത് വിശ്വാസത്തിന്റെ കണ്ടിട്ട്. സോ തന്റെ രക്ഷയും താൻ അവിടെ കാണുന്നുണ്ട്. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിയാനാ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഫ്ലഡ് വരുന്നു, പെട്ടകം ഫ്ലഡിന്റെ മേളിൽ പൊങ്ങിക്കിടക്കുന്നു, കുടുംബം രക്ഷപ്പെടുന്നു. ഇതെല്ലാം വിശ്വാസത്തിന്റെ കണ്ണിൽ താൻ കാണുകയാണ്. സോ അദൃശ്യ ലോകത്തിലെ ഒരു ദൃശ്യലക്ഷണം. So he is seeing a present visual reality of something unseen. He is also having an assurance, a present assurance of a future reality. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വർത്തമാന തന്റെ ഉള്ളിലായി. സോ ദൃശ്യമായിട്ടുള്ളതും ഉറപ്പായ ഭാവിയും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്റെ അകത്ത് രക്ഷപ്പെടുന്നു എന്ന കാര്യവും താൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ ഒരു ഭയങ്കര വിശ്വാസമായി. This is exactly what the author is actually trying to tell us. So he believed God. So faith is always more than certainty of belief. Faith is belief plus trust. So വിശ്വാസവും ആശ്രയവും കൂടെ ചേരുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതിനകത്ത് വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും. So it is belief and trust. So he trusted God. He trusted God. In an instant, Noah entrusted everything to God. മുഴുവൻ ദൈവത്തിൽ അർപ്പിച്ചു, ജീവിതം മുഴുവൻ. Lord, I trust you. See, believe ചെയ്താലേ ട്രസ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. You believe, therefore you trust God. So two things are needed. വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും. So faith still requires that we believe God's word and rest our lives on it. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം, എനിക്കുണ്ടാകണം. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എന്തിനല്ലേ പഠിക്കുന്നത്? വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യണം. വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് കഴിയണം. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വിശ്വാസത്തിന്റെ ആ സെർട്ടനിറ്റിയെ കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ ഈ വിശ്വാസത്തിന്, നോഹയുടെ വിശ്വാസത്തിന് ഒരു ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. There is an obedience. ഇതിനൊരു അനുസരണത്തിന്റെ ഒരു കമ്പോണന്റ് നമ്മൾ കാണുന്നു. Noah's faith brought obedience. ഈ വിശ്വാസം വന്നപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് ഒഴുകിയ മറ്റൊരു കാരണമാണ്, ഒരു വിഷയമാണ് obedience, അനുസരണം എന്ന് പറയുന്നത്. The obedience of faith as evidence when Noah began to build the ark. So Noah പെട്ടകം പണിയാൻ തുടങ്ങുന്നത് അനുസരണത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. നമ്മൾ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്തു. ഓക്കെ, സോ നോഹയുടെ ഒബീഡിയൻസിന്റെ പ്രകൃതി, യു ഗോയിങ് ടു ലുക്ക് അറ്റ് ദ നേച്ചർ ഓഫ് നോവാസ് ഒബീഡിയൻസ്. നോഹയുടെ ഒബീഡിയൻസിന്റെ പ്രകൃതം ഒന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ കാണുന്നത് 2 തരത്തിലുള്ള ഒബീഡിയൻസ് ആണ് കാണുന്നത്. one is called reverent obedience, ഭയഭക്തിയുള്ള അനുസരണം. ഭയഭക്തി പൂണ്ട് പടന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്തൊരു there's something called reverent fear. Reverent fear. Okay, what is really that? What is really when we say reverent fear? ഭയഭക്തിയുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? Okay, or we can call it holy reverence he has for God. ദൈവത്തോടുള്ള, ദൈവത്തെ അങ്ങ് ഭയമായിരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട്, that could be true that he feared God, but more than fear,
You know, he never wanted to displease his heavenly Father. That's the main thing. He never wanted to displease his heavenly Father. തന്റെ സ്വർഗസ്ഥ പിതാവിനെ യാതൊരു തരത്തിലും അസംതൃപ്തനാക്കുവാൻ ഒരിക്കലും നോയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. That's something that is the holy fear that we are talking about. Okay, it was not ഒരു എന്തുവാ ഒരു ഇമോഷണൽ ഒബീഡിയൻസ് എന്നൊന്നും പറയാം. ഇറ്റ് വാസ് an unemotional obedience. വികാരങ്ങളിൽ നിന്നുണ്ടായ ഒരു അനുസരണമൊന്നും ആയിരുന്നില്ല. He knows exactly what this really meant. He knows what this really meant. Okay, അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അനുസരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയം ഏത് റേറ്റിൽ ഇടിച്ചോണ്ടിരിക്കുന്നു, അത് അനുസരിച്ച ശേഷവും അതേ റേറ്റിൽ, യേസ് പറഞ്ഞ ശേഷവും അതേ റേറ്റിൽ ഇടിച്ചോണ്ടിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. Emotion did not play a part in it. My God told me, I'm going to do it. I don't want to displease my God. എന്റെ ദൈവത്തെ I want to honor my God. അതാണ് ഭയഭക്തി എന്ന് പറയുന്നത്. I love my God. I never want to put him, because he told me I'm going to obey. So there was this reverent obedience. അടുത്തൊരു കമ്പോണന്റ് ഈ നോഹയുടെ അനുസരണത്തിൽ നമ്മൾ കാണുന്നത്, ഇറ്റ്സ് കോൾഡ് പ്രാക്ടിക്കൽ ഒബീഡിയൻസ്. ഓക്കെ, ഫെയ്ത്ത് ഒബീഡിയൻസ് ഈസ് ഫ്യൂവൽഡ് ബൈ റെവറന്റ് ഹാർട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് റെവറന്റ് ഹാർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം. അതിനകത്തു നിന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അനുസരണം ഒഴുകി വരുന്നത്. ഓക്കെ, എന്നാൽ ആ വിശ്വാസത്തിന്റെ അനുസരണം പ്രാക്ടിക്കൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. അത് പ്രായോഗികമായിരിക്കണം. ഓക്കെ, സോ വാട്ട് ഡിഡ് നോവ ഡു? നോവ ഗോട്ട് ഡൗൺ, സ്ട്രേറ്റ് ഡൗൺ ഇൻടു ഡൂയിങ് വാട്ട് ഗോഡ് ആസ്ക്ഡ് ഹിം ടു ഡു. സോ ദൈവം നോഹയോട് ചെയ്യാൻ പറഞ്ഞ കാര്യം താൻ ചെയ്യാനായിട്ട് താൻ തയ്യാറായി. Bible says he constructed an ark for saving his household. Okay, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം. So he started building a boat, an ark. Okay, all right. So Noah did all God had commanded him to do. Genesis 6 നമ്മൾ വായിക്കുന്നുണ്ട്, 22 ഒക്കെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട്. He started building. So I want you to come in, അങ്ങനെ ഇമാജിനേഷനിൽ just come to know and see what he is doing. He followed the blueprint God has given him. ഒരു തെറ്റും കൂടാതെ ദൈവം കൊടുത്ത ആ ബ്ലൂ പ്രിന്റ് അതേ രീതിയിൽ പണിയന്റെ അതേ സ്പെസിഫിക്കേഷനോടുകൂടി ഇവിടെ തന്നെ പണിയാം. Noah finished this incredible 450 feet, ഇതിന്റെ അടിസ്ഥാനം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നട്ടൽ അങ്ങോട്ട് ഉണ്ടാക്കി 450 feet വലിപ്പത്തിലുള്ളത്. ഓക്കെ, ഇനി അവിടുന്ന് എന്ത് ചെയ്യും? ഈ ആർക്കിന്റെ റിബ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. This is how they really build it. Okay, they first make the keel, then they make the rib. All right. എന്നാൽ ഈ പണിത സമയത്ത് ബൈബിൾ പറയുന്നത് 120 വർഷം പുള്ളി പ്രസംഗിച്ചു. So it took so many years to build this thing. ഈ എന്തെല്ലാം അബ്യൂസസ് ഈ മനുഷ്യൻ കേട്ട് കാണും. Just think about the abuses. ആളുകള് വന്ന് ചെന്ന് മാത്രം ജോക്ക്, നോവാസ് ജോക്ക് എന്ന് പറഞ്ഞ ജോക്ക് കാണും ഇല്ലേ? നമുക്ക് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സംതിങ് കോൾഡ് സർദാർജി ജോക്സ് എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ ബ്ലോണ്ട് ജോക്സ് എന്ന് പറയും. ഒത്തിരി ഉണ്ട്. നോവാസ് ജോക്സ് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ കാണുമായിരിക്കും. ഒത്തിരി നോയുടെ മണ്ടത്തരങ്ങൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. എത്ര വർഷങ്ങളായി, കൊച്ചു അന്യൊന്നുമല്ലല്ലോ. So many things people really talk about. But he continued steadfastly, did what God told him to do, in spite of all the taunts and insults. അല്ലേ? ഈ കളിയാക്കും ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോഹ തന്റെ പെട്ടകത്തിന്റെ പണി തുറന്നുകൊണ്ടിരുന്നു. ഹി മെയിൻറ്റെയിൻ ദാറ്റ് പ്രാക്ടിക്കൽ ഒബീഡിയൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടാണ് പ്രായോഗികമായിട്ടുള്ള ഒബീഡിയൻസ്. അവിടെ എന്തെങ്കിലും കാണാനുണ്ടായിരുന്നു. വിശ്വാസം ഒന്നും ചെയ്യാതെ പോകുന്നതല്ല, വിശ്വാസം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഹി ഈസ് ഡൂയിങ് സംതിങ്, അല്ലേ? Doing exactly what God told him to do for 25 years, 35 years, 50 years, 75 years, 100 years, 120 years. നിങ്ങൾ ചിന്തിച്ച് നോക്കേ, 1 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം, 25 കൊല്ലം, 50 കൊല്ലം, 75 കൊല്ലം, 100 കൊല്ലം, 120 കൊല്ലം ഒരു മടുപ്പും കൂടാതെ doing exactly what God told him to do. That is not a small thing. നമ്മളോട് കാര്യം ദൈവം ചെയ്യാൻ പറഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ അപ്സെറ്റ് ആവും.
2 മാസങ്ങളിൽ നമ്മൾ അപ്സെറ്റ് ആവും. But look at this man. He's just doing what God told him to do until the ark, you know, ഭയങ്കര ആർക്ക് കണ്ട ഇവർക്ക് എന്തോ തോന്നുന്നു, ഭയങ്കര ശവപ്പെട്ടി പോലെ തോന്നുന്നില്ല. It probably looked like a big coffin box sitting in a dry land. It was never, അത് വെള്ളത്തിനടുത്തൊന്നും ആയിരിക്കത്തില്ല അത് പണിത്. ജസ്റ്റ് ഇൻ എ ഡ്രൈ ലാൻഡ്, എവിടോ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഭയങ്കര ഒരു പെട്ടകം, 450 അടി നീളമുള്ള ഒരു ഭയങ്കര പെട്ടകം. People are really looking at it. Faith always obeys with reverential heart, was earnestly practical. So true faith always act. One of the things you learn from Noah is true faith always act. ശരിക്കുള്ള വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ കൂടെ ഒരു ആക്ഷൻ ഉണ്ട്. Okay, that's what Noah is teaching us. ഈ എബ്രായ വിശ്വാസികളോട് പറയുന്നത് വിശ്വാസത്തിന് ഒരു ആക്ഷൻ ഉണ്ട്. Faith is something that works. Faith അകത്ത് പോയി പാത്തിരിക്കുന്നതല്ല, ഒളിച്ചിരിക്കുന്നതല്ല. Faith is something that really works. Okay, it's always doing something. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടു ഫെയ്ത്ത് ഒരു ഒബീഡിയൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു, ഫെയ്ത്തിനകത്ത് ഒരു സർട്ടനിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇനി വേറൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫെയ്ത്ത് ഹാസ് എ വിറ്റ്നസ്. നമ്മളിതിപ്പം നോയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫെയ്ത്തിനകത്ത്, നോയുടെ ഈ വിശ്വാസത്തിനകത്ത് ഒരു വിറ്റ്നസ് ഉണ്ടായിരുന്നു, ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. There's a beautiful sequence that emanates from true faith. നമ്മൾ ശരിക്കും ആ ശരിയായ വിശ്വാസത്തിനകത്ത് ഒരു ഒഴുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. It involves a certitude of belief. ആദ്യം എന്തോ ഒരു വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ്, ഓക്കെ, ഒരു ഉറപ്പ്, ആശയുടെ ഒരു ഉറപ്പ് ഉണ്ടാകുന്നു. ആ ഉറപ്പുണ്ടാകുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് ഒരു ഒബീഡിയൻസ് ഉണ്ടാകുന്നു, ഒരു അനുസരണം ഉണ്ടാകുന്നു. ആ അനുസരണത്തിനകത്ത് അനുസരിച്ചത് കൊണ്ട് ഒരു സാക്ഷ്യം ഉണ്ടാകും, സാക്ഷ്യം ലഭിക്കുന്നു. നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഇതുകൊണ്ട് പൂർവ്വന്മാർക്ക് എന്ത് ലഭിച്ചു? സാക്ഷ്യം ലഭിച്ചു. സോ യു സീ എ ബിലീഫ്, ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ്. ആ വിശ്വാസത്തിന്റെ ഉറപ്പ് എന്നെ അനുസരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അനുസരിക്കുന്നത് കൊണ്ട് ഞാനൊരു സാക്ഷ്യമായിട്ട് മാറുന്നു. സോ ദിസ് യു വുഡ് സീ ദ ബിലീഫ് ആൻഡ് യു വുഡ് സീ ഒബീഡിയൻസ് ആൻഡ് യു സീ ഒബീഡിയൻസ് ലീഡ്സ് ടു വിറ്റ്നസ്. ഓക്കെ, അത് നമ്മൾ സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അവിടെ ആ പദം ഇങ്ങനെ പറയുക, അതിനാൽ ലോകത്തെ കുറ്റം വിധിച്ചു. ദാറ്റ് ഈസ് വെർ ദ വിറ്റ്നസ് ഈസ് ഓൾ. അതാണ് വിറ്റ്നസ്, സാക്ഷ്യം എന്ന് പറയുന്നത്. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. അന്നത്തെ ലോകത്തെ നോഹ കുറ്റം വിധിച്ചു. എന്തുകൊണ്ടാ? വിശ്വസിച്ചതുകൊണ്ട്. വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല, വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചതുകൊണ്ട്. ആ അനുസരണം ബുദ്ധിമണ്ഡലത്തിൽ ഒതുങ്ങിയതുകൊണ്ട് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് പെട്ടകം പണിതത് കൊണ്ട്, അത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അന്നത്തെ ലോകത്തെ കുറ്റം വിധിച്ചു. Just think about that. He not only believed, not only obeyed, but his obedience was practical. Okay, പ്രായോഗികമായി കപ്പൽ അല്ലെങ്കിൽ ഈ പേടകം ഉണ്ടാക്കിയത് കൊണ്ട്, പെട്ടകം ഉണ്ടാക്കിയത് കൊണ്ട് ആ പെട്ടകം ഒരു സാക്ഷ്യമായിട്ട് മാറി. And you know, this is where it is a testimony to the world. ഈ അത് ഒരു NEBയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? Through his faith, he put the whole world in the wrong. So through his faith, he put the whole world in the wrong. ലോകത്തെ കുറ്റം വിധിച്ചെന്ന് പറയുന്നത് അവന്റെ വിശ്വാസത്തിലൂടെ, ദൈവത്തിൽ വിശ്വസിച്ചതിലൂടെ, ഇത് അനുസരിച്ചതിലൂടെ, ഇത് ചെയ്തതിലൂടെ എന്ത് ചെയ്തു? He put the whole world in the wrong. ലോകം മുഴുവൻ തെറ്റായി പോയി. നിങ്ങൾ തെറ്റിലാണ്, you are at the wrong എന്ന് പ്രൂവ് ചെയ്തു. That's exactly what he did. One man proved the whole world wrong. That's powerful. Very powerful. You know, ആ വിറ്റ്നസ് വന്നത് രണ്ട് രീതിയിൽ. There's two kinds of witness. We all need to listen. We all need to learn things from this, lessons from this. അതിനകത്ത് ഒന്ന് ആ വിറ്റ്നസ് വന്നു. ഒന്ന് വേർഡ് വിറ്റ്നസ്സും, രണ്ടാമത് ലൈഫ് വിറ്റ്നസ്സും. ഒന്ന് തൻ്റെ വചനത്തിന്റെ സാക്ഷ്യം, മറ്റത് ജീവിതത്തിന്റെ സാക്ഷ്യം. ഓക്കെ, നമ്മൾ ഈ പത്രോസ് പറയുന്നുണ്ട്, Peter speaks about Noah in 2 Peter 2:5. 2:5 പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, he was called a herald of righteousness,
നീതി പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികറ്റവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. So listen here, he was called the herald of righteousness. നമുക്കറിയാം ഹെറാൾഡ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം ഈ വിളംബരം ചെയ്യുന്ന ആള്, രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്ന്. These are people who goes out with a message. They through using probably loudspeakers, maybe their hands or maybe some other things, they will declare to the world something is going to happen, or a decree of the king. രാജാവിന്റെ ഒരു കൽപ്പനയായിരിക്കാം, അത് വിളംബരം ചെയ്യുന്ന. It's called a herald, വിളിച്ചു പറയുന്ന ആള്. So നീതി പ്രസംഗി. So there is something he was declaring. This is called word witness എന്ന് പറയും. Okay, 120 years താന് ഇത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു വലിയ ബിൽഡിങ്ങിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്കിന് they probably make scaffoldings, അല്ലേ? സ്കാഫോൾഡിങ് മുള വെച്ച് കെട്ടി, അല്ലെങ്കിൽ ഇന്നിപ്പം we have precasting. So മറ്റേ മുളയൊക്കെ വെച്ച് കെട്ടി, തടി വെച്ച് കെട്ടി, അതെ കയറി നിന്ന്. Maybe he was building this whole thing. Talking about 120 years it took. And there are people who come there, look at this. Again, any time, especially in a village setting, people will come and look and see and make fun. ചുമ്മാ കെട്ടിടം പണിതാൽ ആളുകൾ പോയി ചുമ്മാ നിൽക്കും നമ്മുടെ നാട്ടിൽ. This is exactly in the olden times. If people go watch, they're probably making all this fun. So what happened? Maybe he's standing on the scaffolding. അതേ നിന്നോണ്ട് തന്നെ, ഇട്ടിരിക്കുന്ന ആ പന്തലയിൽ തന്നെ നിന്നോണ്ട് തന്നെ ഇദ്ദേഹം തിരിഞ്ഞു നിന്ന് ഈ വന്നിരിക്കുന്ന ആളുകളോട് പ്രസംഗിക്കും. He will preach to those people. Okay, at times at work, തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രസംഗിക്കും. He will preach, he will share the word, he will warn the people. And there may be other times he probably went through the land preaching. അതിലെല്ലാം നടന്ന് താൻ പ്രസംഗിച്ചു കാണും, നീതി പ്രസംഗനായിട്ട് താൻ പ്രസംഗിച്ചു കാണും. A judgment is coming, a flood is coming, വലിയൊരു ജലപ്രളയം വരാൻ പോകുക, ആളുകളെ ദൈവത്തിലേക്ക് മടങ്ങി വാ എന്ന് പറഞ്ഞ് ദൈവസന്നിധി അവിടെ എല്ലാം നിന്ന് പ്രസംഗിച്ചു കാണും. So he was somebody who was preaching. His message was to call, people have faith in God, come to repentance and righteous living. These are all his message. Come to God, come back, ദൈവത്തിലേക്ക് മടങ്ങി വാ. അടുത്തത് repent, മാനസാന്തരപ്പെടുക. Okay, and righteous living. ഇതൊക്കെയല്ലേ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിച്ചത്. That's exactly the message of John the Baptist. Kingdom of God is at hand. Repent, turn to God. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്ക്. Start living, produce fruits of your repentance. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. നോഹ, he was giving a word witness. അതുകൊണ്ട് ലോകത്തെ കുറ്റം വിധിച്ചെന്ന് പറയുന്നത്, that is a witness part of it. Then second part is life witness. ജീവിതത്തിന്റെ സാക്ഷി. Noah preached righteousness 12 decades, 12 പതിറ്റാണ്ട് നീതി പ്രസംഗിച്ചു. What do you think about that? And along with this was witness of his life. തന്റെ ജീവിതം ഭയങ്കര സാക്ഷ്യമായിരുന്നു. നമുക്കറിയാം, I think ഫ്രാൻസിസ് ഓഫ് അസീസി ആണെന്ന് തോന്നുന്നു, തന്റെ ശിഷ്യന്മാരെ ആരോ പറഞ്ഞു വിട്ടേച്ചു പറഞ്ഞു, go preach and if essential use words. പോയി പ്രസംഗിക്ക്, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. That means your life needs to be a message, a witness. So his continual preparation of the ark was a constant visual witness that judgment was coming. So ഈ പണിതുകൊണ്ടിരിക്കുന്ന ആർക്ക് പണിതുകൊണ്ടിരിക്കുന്ന പെട്ടകം പണിതുകൊണ്ടിരിക്കുന്നത് തന്നെ ആളുകൾക്ക് ദൃശ്യമായ ഒരു വാണിംഗ് ആയിരുന്നു. Judgment is coming. Then there was also his powerful way of life. തന്റെ ജീവിതത്തിന്റെ രീതി. Okay, വേദോസം പറഞ്ഞു he was a righteous man. Noah was a righteous man. തന്റെ തലമുറയിൽ താൻ നീതിമാനായിരുന്നു. So that life was speaking, witnessing to the world. Okay, none positively responded to Noah's preaching. ഈ 120 വർഷം പ്രസംഗിച്ചിട്ടും ആരും മനസ്സാന്തരപ്പെട്ടില്ല. ഓക്കെ, അതുകൊണ്ട് മോശമായി തീരുന്നിടത്തും ഒറ്റയ്ക്ക് ലോകത്തെ കുറ്റം വിധിച്ചെന്നുള്ള അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. The world was getting darker and darker. ലോകം പിന്നെയും ഇരുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദോസം പറയുന്നു, he condemned the world. ലോകത്തെ കുറ്റം വിധിച്ചു. Okay,
Don't think that Noah's preaching sermons of condemnation to the world. Instead, the mere conduct of godly without preaching at all sometimes can feel like condemnation to the world. ഭക്തന്റെ നിശബ്ദമായിട്ടുള്ള ജീവിതം ആളുകളെ കുറ്റം വിധിക്കും. We'll stop there because the time is really up. We'll pick up Noah again. So much of things going through my mind as I was studying this portion of scripture. ഒരു ചോദ്യം എനിക്ക് ഇന്ന് രാത്രി എന്നോട് തന്നെ ചോദിക്കാനുണ്ട്. എൻ്റെ ജീവിതം ആളുകളെ കുറ്റം വിധിക്കുന്നുണ്ടോ? Is my life condemning the world? We must live life. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ വിറ്റ്നസ് രണ്ട് മേഖലയിൽ നമുക്കുണ്ടാകണം. Word witness, life witness. Ask ourselves an honest question. ഈ രണ്ടും നടക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? രണ്ടുമുണ്ടോ? അതോ റോങ് ആയിട്ടുള്ള കാര്യമാണ് കേൾക്കുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറയുന്നു എന്നോട് ആളുകൾക്ക് ഭയങ്കര പിണക്കമാണ്. ഞാൻ പറയുന്നത് ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങള് നമ്മളെല്ലാം വി ആർ ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, വി നീഡ് ടു റീതിങ്ക് ഹു വി ആർ. കർത്താവിനെ അറിയാത്ത ഒരാള്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള്, നമ്മുടെ നെയ്ബർ, young people, if you know, young people, youngsters, your friends that you hang out, ungodly, non-Christians friends who hang out with you, what will they say about you? Is your life ever challenged them? Is your life ever challenged them? നിങ്ങളുടെ ജീവിതം ഒരിക്കലെങ്കിലും അവരെ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അവരെ ഇമ്പാക്ട് ചെയ്യോ, അവര് നിങ്ങളെ ഇമ്പാക്ട് ചെയ്യോ? യൂഷ്വലി സംഭവിക്കുന്ന അവര് നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുക. You copy what they are doing. Come back. അവരോട് ചോദിക്കാൻ പറയും, I know those guys. ആ തട്ടിപ്പോകുന്നവരൊക്കെ എനിക്കറിയാം. I know those people. I know these so-called believers. Look at their lives. Do you want me to be part of that? That's not good. That is really not good. ഞാൻ നിങ്ങളോട്, I think I've said this so many times. കോട്ടയം മെഡിക്കൽ കോളേജിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് I heard a testimony of a Hindu doctor who was a first-year medical school student rooming with a final year student. I was a Pentecostal man. The Hindu boy was watching his life. ഒരു ദിവസം ഞാൻ ചായലോട് ചോദിച്ചു, tell me, what is the difference in your life? You are so different than other people that I have seen. Tell me what's the difference in your life. That man shared the gospel with this Hindu medical student. He received Christ as his savior. And today, this doctor, you know, this is ഒരു പതിറ്റാണ്ടുകളായി കാണും. He's a missionary doctor today, him and his wife. Power of one life. ഒരു ജീവിതത്തിന്റെ ശക്തിയാണ്. Life witness. അടുത്തത് word witness. Word witness. വചനത്തിന്റെ സാക്ഷി. നമ്മൾ ശരിക്കും സാക്ഷ്യം പറയുന്നുണ്ടോ? Do we really share gospel with people? ഞാനിത് എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയും. നിങ്ങൾ ഇപ്പം മടുത്തുവാണ് ഈ പാസ്റ്റർ എപ്പോൾ ഭാഷകത പറയും. I will say it until I die. My people will have to share the gospel. നിങ്ങൾക്ക് സ്വർഗത്തിൽ ആകെപ്പാടെ കിട്ടുന്ന ഒറ്റ പ്രതിഫലം നിങ്ങൾ സുവിശേഷം പറയുന്നതിന് മാത്രമേ ഉള്ളൂ. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന്, സുവിശേഷത്തിന് വേണ്ടി അഡ്വാൻസ് ചെയ്യുന്നതിന്, സുവിശേഷത്തിന് വേലക്കാരെ അയക്കുന്നതിന്, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നതിന്, sending missionaries, sending evangelists. Don't worry what they are doing. Don't say, because I don't see what is happening. Just share. You know, invest into eternity. I'm glad that our church is really giving to people. Then കഴിഞ്ഞ ദിവസം മനോജ് എന്നോട് പറയുന്നു, secretary was saying he saw, you know, after my message last time, there was a marked difference in the mission contribution. ആളുകൾ മറന്നുപോയിരുന്നത് കഴിഞ്ഞ കൊടുക്കുക. People are giving. That is very good. I'm happy for that. God bless you for doing that. We need to send out people. People need to go. Encourage people. Call people. Pray for them. You know, we try to do whatever we can as a small family within the little, you know, resources that we have. You know, but invest into eternity. That's the most important thing. Most important thing. No, നമുക്ക് അയക്കാം. But can you do something here? Can you share gospel with somebody? ഈ കോവിഡ് ഒക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന്
ഒരു ട്രാക്ട് കൊടുക്കാനും ഒരു ബൈബിള് കൊടുക്കാനും ഒരു കോൺവെർസേഷൻ ഏർപ്പെടാനും ഒക്കെ ഒന്ന് തയ്യാറാകണം കേട്ടോ. ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദാറ്റ്. ഈ ലോകം ഇങ്ങനെ കുറച്ചാൾ പോയില്ല. പ്രിയപ്രവൃത്തി ഇറ്റ്സ് ഗെറ്റിംഗ് റിയലി ബാഡ്. ഈ ഭൂമിയിൽ ദൈവം നോക്കിച്ച് ദൈവം ചില നോഹമാരെ കാണണം. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് ദാറ്റ്സ് ഗോയിങ് ക്രേസി, ദൈവം നോക്കിച്ച് പറഞ്ഞു, ഹി ഈസ് എ ജോയ് ടു മീ. Thomas is a joy to me. Jacob is a joy to me. Philip is a joy to me. നോഹയ്ക്ക് was a pleasure to the Lord. നമുക്ക് ഈ ദിവസങ്ങളിൽ അത് മടങ്ങി വരാം. That is what faith is all about. അതാ നോഹയെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. It says faith working, faith believing, faith is certain about things. We'll pick up നോഹയുടെ വിറ്റ്നസ് നമ്മൾ കണ്ടു, നോഹയുടെ അനുസരണം നമ്മൾ കണ്ടു. It was reverential obedience, practical obedience. Obedience പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഒബീഡിയൻസ് ഭക്തിവുണ്ട്, ഭയഭക്തിവുണ്ട്, reverent attitude. എന്റെ ദൈവത്തിന് I will never allow these things to go like this. I never displease my God. I will honor him. Then it's going to be practical also. So വിശ്വാസത്തിന്റെ ആ ചിന്ത നമ്മുടെ മനസ്സിലൂടെ വിടുന്ന സമയത്ത് നോവ വിശ്വാസത്തിൽ he saw in faith. കാണാത്ത കാര്യം, ഫ്ലഡ് വരുന്നത് കണ്ണിൽ താൻ കണ്ടു. ആ ഫ്ലഡിനകത്ത് ജലപ്രളയത്തിൽ ആളുകൾ മരിക്കുന്നത് താൻ കാണുന്നു. ആ പ്രളയത്തിൽ തന്റെ പെട്ടകം പൊങ്ങിക്കിടക്കുന്നതും തന്റെ കുടുംബം രക്ഷപ്പെടുന്നതും തൻ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കാണുക. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ താൻ വിശ്വാസം തന്നെ കാണിച്ചു. Faith brought distant things into reality, future things into present, invisible things into visible things. അദൃശ്യമായത് ദൃശ്യമായതും ദൂരെ കിടന്നത് അടുത്തും കൊണ്ടുവന്നേച്ച് നമ്മളോട് പറഞ്ഞു, it's time to be a witness for God. That's the story of Moses. Continue, we'll come back and pick on that and we'll continue with our rest of the story.